KCB കമ്പനിയായി മാറിയപ്പോൾ നടത്തിയ വനംഭൂമി കൈമാറ്റത്തിന് മുൻകൂർ അനുമതി വാങ്ങാത്തതിലുള്ള വനം വകുപ്പിന്റെ എതിർപ്പ് കഴിഞ്ഞ ദിവസം മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ വനം വകുപ്പിന്റെ എതിർപ്പ് യുക്തിക്ക് നിരക്കുന്നതല്ലെന്നായിരുന്നു KCB ചെയർമാന്റെ പ്രതികരണം. അതുകൊണ്ടാണ് പെൻഷൻ മാറ്റുന്നത്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ചെയ്തതുപോലെ ഒരു പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമനുസരിച്ച് ഒരു ചേഞ്ച് ഇൻ ഫോം നിയമപരമായിട്ട് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അതിന് വീണ്ടും ഒരു മുൻകൂർ അനുമതിയോ ഇന്ത്യൻ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ അതിൻ്റെ മുൻകൂർ അനുമതിയോ അതിനൊരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ അടയ്ക്കണമെന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ഒരു യുക്തിരഹിതമായിട്ടാണ് തോന്നുന്നത്. വനംഭൂമി മറ്റാവശ്യങ്ങൾക്കായി കൈമാറുമ്പോഴാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇത് KCBയുടെ കാര്യത്തിൽ ബാധകമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1980 ശേഷം കൈമാറിയ ഭൂമിക്കാണ് പാട്ടം വേണ്ടത്. പാട്ടക്കരാറിന്റെ വ്യവസ്ഥകളെക്കുറിച്ച് ഉന്നതതല സമിതി ചർച്ച ചെയ്യുകയാണെന്നും അതിനുശേഷം മാത്രമേ കരാർ യാഥാർത്ഥ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിൻ്റെ വനം വകുപ്പ് ഒരു ഫോർമാറ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നിയമ ഉപദേഷ്ടാവ് അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ചില മാറ്റങ്ങൾ വേണമെന്ന് സജസ്റ്റ് ചെയ്തു. ഞങ്ങൾ വനംവകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അവർ നിയമവകുപ്പിൻ്റെ അഭിപ്രായം തേടിയിട്ടുണ്ട്. അതൊരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ മാത്രമേ ഔപചാരികമായിട്ടൊരു ഉടമ്പടി ലീസ് ഉടമ്പടി വരുള്ളൂ. പദ്ധതി പ്രദേശത്തെ മരം മുറിക്കുന്നതിനായി KCB പലപ്പോഴായി വനം വകുപ്പിന് നൽകിയ തുക തിരികെ ലഭിക്കാനുണ്ട്. ഇതെല്ലാം പരിഗണിച്ചേ പാട്ടക്കരാറിൽ ഏർപ്പെടാൻ കഴിയൂ എന്നും KCB ചെയർമാൻ പറഞ്ഞു. മീഡിയ വൺ, തിരുവനന്തപുരം.